ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ ഞാൻ രാവിലെയാണ് എൻ്റെ ഉച്ചക്കത്തേക്ക് വരെയുള്ള ഫുഡെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കാറ്. അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസിൻ്റെ വീഡിയോസാണ്, റെസിപ്പീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ഒന്ന് പുറത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വരും. എന്നിട്ട് പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചോറ് വേവിക്കാൻ വെക്കും. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് മട്ട റൈസാണ്. ഇത് കുക്കായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ തന്നെ 3-4 വിസിൽ വന്ന് കഴിഞ്ഞ് വീണ്ടും വെയിറ്റ് ചെയ്താലാണ് ഇത് പ്രോപ്പറായിട്ട് കുക്കായിട്ട് കിട്ടാറുള്ളൂ. അതുകൊണ്ട് നേരത്തെ തന്നെ അത് സ്റ്റൗവിൽ വെക്കും. എന്നിട്ട് ഞാനൊരു ഗ്ലാസ് വാം വാട്ടർ ഇത് നേരെ കെറ്റിലിൽ നിന്ന് ഒഴിക്കുന്നത് കൊണ്ട് നല്ല ചൂടുണ്ട്. അതിലേക്കൊരു 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്തിട്ട് അവിടെ വെക്കും. എൻ്റെ കുക്കിങ്ങിനും ഇങ്ങനത്തെ പരിപാടികളുടെ ഇടയിലൊക്കെ കഴിക്കും. അതിന് വേണ്ടിയിട്ട് നല്ലതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് സ്വീറ്റ് കോണും സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ നെയ്ബറുള്ളൊരു ഫാമിൽ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പം അത് നേരെ കട്ട് ചെയ്തു. അതിലേക്ക് 2 എഗ്ഗ് കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്കറിൽ വിസിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. പിന്നെ ഞാൻ ചോറിലേക്ക് കറിക്ക് വേണ്ടിയിട്ട് ഇന്ന് മുട്ടത്തോരനാണ് ഉണ്ടാക്കാമെന്ന് കരുതിയത്. ഞങ്ങളിവിടെ തേങ്ങ ഇടാതെ ഉള്ളി ഇട്ടിട്ടുള്ള മുട്ടത്തോരനാണ് ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഒരു സവാള നന്നായി ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വേസ്റ്റെല്ലാം ഞാൻ അപ്പം തന്നെ ഡസ്റ്റ്ബിന്നിലേക്ക് ഇടും. എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഗ്രീൻ ചില്ലി, നമുക്ക് 1 ഗ്രീൻ ചില്ലി മതിയാവും. കാരണം ഇതിലേക്ക് മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം ഗാർലിക്കാണ് വേണ്ടത്. ഞാനിവിടെ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 അല്ലി മതിയാവും. പക്ഷേ എനിക്ക് ആ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. ജസ്റ്റ് നന്നായി സ്മോളാക്കിയിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ജിഞ്ചറാണ്. ജിഞ്ചറിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് പീൽ ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നമുക്ക് രാവിലെ തന്നെ ചിക്കനും ഫിഷൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമില്ലെങ്കിൽ ഇങ്ങനത്തെ റെസിപ്പീസ് ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റൗ ഓൺ ചെയ്ത് ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കത് നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് സോട്ടായി ഒരു പിങ്ക് കളറായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ മസാല റെഡിയായി കഴിഞ്ഞ് നമ്മൾ എത്രത്തോളം സോട്ട് ചെയ്യുന്ന അത്രയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക. അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ മസാലകളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ മഞ്ഞൾപ്പൊടി ഞാൻ ഒരു ചെറിയ ടീസ്പൂണും മുളക് പൊടിയും മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണുമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള മസാലകൾ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറി ലീവ്സ് ഇട്ടിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് കുക്കായി ആ ഒരു മസാലകളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് മസാല ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് 2 മുട്ട
ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ആ ഉള്ളിയും എഗ്ഗും തമ്മിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. അപ്പോൾ എന്നിട്ടൊരു 2 മിനിറ്റ്സ് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്താൽ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഒരു തേങ്ങാ ചമ്മന്തിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങ, ചെറിയുള്ളി, പുളി, ഇത് ഉണക്കമുളകാണ്. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്കിത് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ ചോറിലേക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. എന്നിട്ട് നമുക്ക് ചോറൊന്ന് പാക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫോയിൽ പേപ്പറിലാണ് ഞാൻ ചോറ് ആക്കിയിട്ട് കൊടുക്കാറ്. അതിൻ്റെ ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കതിലേക്ക് ചമ്മന്തിയും പിന്നെ മുട്ടത്തോരനും ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 2 റെസിപ്പീസാണ് ഞാൻ ചോറിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുകയാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചൂട് നന്നായിട്ട് പ്രിസർവ് ചെയ്ത് ആ സമയം വരെ ഇരിക്കും. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സ്വീറ്റ് പൊട്ടറ്റോയും സ്വീറ്റ് കോണും ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പിട്ടിട്ട് നമുക്കിത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മുട്ട ഇടാമെന്നാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാനത് നേരത്തെ എയർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിതൊരു 3 വിസിലടിച്ച് കഴിഞ്ഞാൽ ഇത് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ലബന് കൂടിയിട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചില്ലി ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ലബന് ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലർ ഇതിലേക്ക് ഉള്ളിയെല്ലാം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാനിങ്ങനെയാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ എയർ ഫ്രൈ ചെയ്ത് വെച്ച 2 എഗ്ഗ്, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഞാനൊരു 3 പീസ് വെക്കുന്നുണ്ട്. പിന്നെ ഒരു പീസ് സ്വീറ്റ് കോണും വെക്കുന്നുണ്ട്. നമുക്ക് ഈ സ്വീറ്റ് കോണിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടി സോഫ്റ്റും ടേസ്റ്റും ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ സ്വീറ്റ് കോൺ നല്ല ചൂട് ആയിട്ടിരിക്കുമ്പോൾ ജസ്റ്റ് ബട്ടർ വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് മെൽറ്റായി അതിൽ പറ്റി പിടിക്കും. നമുക്ക് നല്ല ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് രാവിലത്തെ ഫാറ്റായിട്ട് അത് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കത് പാക്ക് ചെയ്തിട്ട് കൊടുത്തുവിടാം. നമ്മളപ്പോൾ ഇന്ന് രാവിലത്തെ ലഞ്ചും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും അതിന് കൂടെ ലഞ്ചിൻ്റെ കൂടെ കഴിക്കാനുള്ള ലബനും പാക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്.